അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഞാൻ ഈ പറയുന്ന കാര്യം ഒരു യഥാർത്ഥ സംഭവമാണ്. ചില ആളുകൾക്ക് ഇത് വിശ്വാസം വന്നോളന്നില്ല, വരുന്നില്ലെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല. ഒരു നാട്ടിൽ പള്ളി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ ഒരു പുനർനിർമ്മാണം നടക്കണം. ഒരു പഴയ പള്ളിയാണ്. അപ്പോൾ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് വലിയ പില്ലറുകൾ നിർമ്മിക്കണം. അങ്ങനെ പള്ളിക്കാട്ടിൽ JCB കൊണ്ടുവന്നിട്ട് പള്ളിയുടെ പല ഭാഗങ്ങളൊക്കെ പഴയ കബറുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അഹലുകാരോടൊക്കെ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് ആ ഭാഗങ്ങളൊക്കെ പൊളിക്കുകയാണ്. അങ്ങനെ പൊളിക്കണ സമയത്ത് പെട്ടെന്ന് അവിടെ വളരെ വലിയൊരു അത്ഭുതം നടന്നു. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ ഖബറിൻ്റെ ഭാഗത്തൊക്കെ ഓരോ ഭാഗം പൊളിക്കുമ്പോഴും എല്ലിൻ കഷ്ണങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലിൻ കഷ്ണങ്ങളൊക്കെ ഒരു കൂട്ടി വെച്ചിട്ട് വേറൊരിടത്ത് അതൊക്കെ ഖബറടക്കണം. അതാണ് അതിൻ്റെ രീതി. അങ്ങനെ പെട്ടെന്ന് ഈ ഒരു ഭാഗത്ത് കല്ല് ഇങ്ങോട്ട് നീക്കിയതോടെ വലിയൊരു സുഗന്ധം. കാരണം ഇങ്ങനെ ഒരു സുഗന്ധം വരുന്നത് എന്തുകൊണ്ടാണ് നോക്കുമ്പോൾ അവർ ആ JCBയുടെ പണിയൊക്കെ നിർത്തിയിട്ട് കൈക്കോട്ടും പിക്കാസൊക്കെ എടുത്ത് വന്നിട്ട് ഈ കല്ലുകൾ നീക്കിയപ്പോൾ അത്ഭുതം, ഒരു കേടുമില്ലാത്ത നല്ലൊരു തൂവെള്ള കഫംപുട. ആ കഫംപുടയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു പാതി മുറിഞ്ഞ പുഞ്ചിരി പോലെ കിടക്കുന്നു. അപ്പോൾ അവിടെയുള്ള ഖബറുകളൊക്കെ ഒരു 10-13 വർഷം പഴക്കമുള്ള ഖബറ്, കൂടെയുള്ള ഖബറുകളിൽ നിന്ന് കിട്ടിയത് വെറുമൊരു എല്ലിൻ കഷ്ണങ്ങൾ. അപ്പോഴാണ് ഈ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ നീണ്ടു നിവർന്നിങ്ങനെ കിടക്കുക. കഫംപുടയ്ക്ക് യാതൊരു കേടുപാടുകളും പറ്റിയിട്ടില്ല. സാധാരണ കഫംപുടയൊക്കെ കറുത്ത് ദ്രവിച്ച് ഒരു വിധമായിട്ടുണ്ടാവും. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ വേഗം ഇത് പള്ളിക്കമ്മറ്റിനെ അറിയിച്ചു. അതിൻ്റെ ആളുകൾ വന്ന് നോക്കുമ്പോൾ ഈ രേഖയിൽ നോക്കുമ്പോൾ അവിടെയുള്ള 3 പേരുള്ള 80 വയസ്സുള്ള ഒരാളുടെ മയ്യിത്താണത്. 2006 ഇദ്ദേഹം മരണപ്പെട്ടത്. 13 വർഷം കഴിഞ്ഞിട്ടാണ് കാസർഗോഡ് ജില്ലയിലെ ബേക്കറിലെ ഒരു പള്ളിയിൽ മൗവൽ എന്ന് പറയുന്നൊരു സ്ഥലത്തുള്ള ഒരു പള്ളിയിലെ പുനർനിർമ്മാണത്തിനാണ് ഈ തുറന്നത്. അങ്ങനെ വേഗം എന്ത് ചെയ്തു, ഇതൊരു വലിയ അത്ഭുതമായിട്ട് ആളുകൾ മുഴുവനും ഇതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞത് കാണാൻ വേണ്ടി വരികയായി. അപ്പോൾ ആ നാട്ടിലെ വലിയൊരു ജന്മിയായിരുന്നു ഹസീനാർ എന്ന് പറയുന്ന ഒരാളുടെ മകനാണ്. 80 വർഷം വരെ ജീവിച്ച ഈ ആമു ഒരു കാണുമ്പോൾ ഉസ്താദല്ല, ഒരു സാധാരണക്കാരൻ, പക്ഷേ ഒരു മനുഷ്യനോട് ദ്രോഹങ്ങളില്ലാത്ത, ആരെ കണ്ടാലും പുഞ്ചിരി തൂകുന്ന, സ്വലാത്തുകളും ദിക്റുകളും വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യൻ, ആരോടും ഒരു ദ്രോഹം ചെയ്യാത്ത ഒരാൾ. ആ മനുഷ്യൻ മരണപ്പെട്ട് 13 വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് ആ മനുഷ്യന് മരണപ്പെട്ട സമയത്ത് മൂപ്പരുടെ മകൻ, കുവൈറ്റിലുണ്ടായിരുന്നൊരു മകൻക്ക് ജോലി ആവശ്യാർത്ഥം വന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല അത്രേ. അപ്പോൾ ആ മകൻ അന്ന് നാട്ടിലുണ്ട്. അങ്ങനെ ഇത് സ്ഥിരീകരിക്കാൻ വേണ്ടി മൂപ്പരെ വിളിച്ചു കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഈ കഫംപുട മാറ്റി നോക്കുമ്പോൾ അന്ന് ആ മരണപ്പെട്ട സമയത്ത് എങ്ങനെയാണോ പിതാവിനെ ഖബറടക്കിയത് അതേപോലെ പാതി പുഞ്ചിരി നിർത്തുന്ന ഒരു വാപ്പാൻ്റെ മയ്യത്ത് ആ മകൻ കാണുകയാണ്. അപ്പോൾ ഈ ഒരു സാധനം കാണിച്ചു കൊടുത്തു റവന്യൂ വകുപ്പിനും 2 പള്ളി കമ്മിറ്റി അടങ്ങുന്ന ഈ മകനൊക്കെ അടങ്ങുന്ന ആളുകൾക്കും. എന്നിട്ട് വേഗം എന്ത് ചെയ്തു, അത് മറ്റൊരു ഭാഗത്തേക്ക് ഖബറടക്കി. ഞാൻ ഈ വീഡിയോ പറയുമ്പോഴും ചിലവരെ മനസ്സിലുണ്ടാവും, ഇതിപ്പോൾ അവിടെ ജാറും കെട്ടിപ്പൊക്കാനല്ലേ, ഇതിങ്ങനെ കള്ളത്തരങ്ങൾ. നിങ്ങളിത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊരു ഹക്കായ സംഭവമാണ്. കാസർഗോഡുള്ള ആളുകൾക്ക് ഈ വിഷയങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. കാസർഗോഡ് ബേക്കയിലെ മൊവൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള റിഫായിയ പള്ളിയിലാണ് ഞാൻ ഈ പറഞ്ഞ അത്ഭുതങ്ങൾ. ഇത് കേരളത്തിൻ്റെ പല ഭാഗത്തും ഇത് നടന്നിട്ടുണ്ട്. നമ്മൾ കരുതുന്ന വലിയ മഹാൻ എന്നുള്ള പേരോ പെരുമകളൊന്നുമില്ലാത്ത അതിസാധാരണക്കാരായ ആളുകളെ ആ ഖബറിലണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണ് തിന്നാൻ പറ്റൂല. ആ സംരക്ഷിതമായ ഒരു കവചം പടച്ചോൻ കൊടുക്കും. ചിലർ പറയും അത് മണ്ണിൻ്റെ രാസഘടനയാവാം. അപ്പോൾ ചോദിക്കട്ടെ, ആ കാലയളവിൽ ദിവസങ്ങളുടെയോ മാസങ്ങളുടെയോ വ്യത്യാസത്തിൽ ഖബറടക്കിയ മറ്റ് ഖബറുകൾ എങ്ങനെയാണത് വെറും എല്ലിൻ കഷ്ണങ്ങൾ മാത്രമായത്? ഇവിടുത്തെ മാത്രം മണ്ണിന് പ്രത്യേക രാസഘടനയാണോ? ഇനി അങ്ങനെ മാറ്റമുണ്ടെങ്കിൽ അത് കൊടുത്തവൻ്റെ പേരാണ് പടച്ചറബ്. ചില ശരീരങ്ങൾ ഒരിക്കലും മണ്ണിന് തൊടാൻ കഴിയില്ല, മണ്ണിനെ വേദനിപ്പിക്കാൻ കഴിയില്ല. സാധാരണ മുസ്ലിം ആചാരപ്രകാരം ഒരാളെ ഖബറടക്കുമ്പോൾ മുഖമിങ്ങനെ ചെരിച്ചു കിടത്തും, മുഖം ഇങ്ങനെ ഒരു ഭാഗത്ത് ചെരിച്ചു വെക്കും. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടന്നതാ. സ്വർഗത്തിൽ നമ്മൾ ആ ഒരു ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ സ്വാലിഹീങ്ങളായ മനുഷ്യരാണോ, അവരെ കൂട്ടിരിക്കാനും കളി പറയാനും രസിക്കാനും അവൻ്റെ സൽക്കർമ്മങ്ങൾ വരും എന്നുള്ളതാണ്.
അവൻ്റെ സൽക്കർമ്മങ്ങൾ വരും, അവനെ സന്തോഷിപ്പിക്കും, അവനെ ആനന്ദിപ്പിക്കും. അവൻ നാളെ മഹ്ശറയിൽ വരുന്നത് വരെ അവൻ ഹാപ്പിയാണ്. അവൻ്റെ കുടുംബക്കാർ വന്ന് ദുആ ചെയ്യുമ്പോൾ വന്ന് കാണുമ്പോൾ അവൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? വേഗത്തിൽ തന്നെ ഖബറടക്കി. അങ്ങനെ ഇത് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കാസർഗോഡ്, കണ്ണൂർ ഉള്ള ആ ഭാഗത്തുള്ള ആളുകൾക്ക് ഒരു പക്ഷേ നേരിട്ട് കണ്ട് അനുഭവമുള്ളൊരു സംഭവം, അക്കാലത്ത് പത്രങ്ങളിൽ ഈ വാർത്ത വായിച്ചവരോ ഇത് നേരിട്ട് കണ്ടവരോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ അനുഭവം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കേൾക്കുമ്പോഴും ഇതൊക്കെ കള്ളക്കറാമത്ത് കഥകൾ, നിങ്ങളിതിന് കറാമത്തെന്നോ കള്ളക്കഥകളെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും അള്ളാഹു ചില അത്ഭുതങ്ങൾ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കള്ളക്കറാമത്തെന്ന് പറയുന്ന ആളുകളുടെ കാലത്ത്, ഇക്കാലത്താണ് ഹബീബായ നബി വന്ന് വിചാരിക്കുക, ഹബീബായ നബി കാണിക്കണം ഏതെങ്കിലും ഒരു അത്ഭുതങ്ങൾ ഇവർ വിശ്വസിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിശ്വസിക്കൂല. അവരപ്പം പറയും ഇതൊക്കെ മേജിക്കാണ്, ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവർക്ക് അത്ഭുതങ്ങളൊന്നും, അവർക്ക് നിർജീവമായൊരു മതം, അവർക്ക് പ്രവാചകൻ മുഹമ്മദ് നബി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് അവർ പറയില്ല, ഹബീബായ മുത്തുനബി എന്ന് അവർ പറയില്ല. അവരൊരു പ്രവാചകൻ മുഹമ്മദ് നബി, ഇത്രയാണ് അവരൊരു പരാമർശം. അത് ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ? ഓൻ്റെ വിചാരം ഈ ഖുർആനിലും സുന്നത്തിലും മനസ്സിലാക്കാനുള്ള ക്വാളിറ്റി ഓനക്കുണ്ടോ എന്നുള്ളതാണ്. ആ ഗ്രന്ഥം വായിക്കണമെങ്കിൽ കാലഘട്ടത്തിൻ്റെ മഹാന്മാർ അതിൻ്റെ മീനിങ് പറയണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച മീനിങ് ഇരുന്നിട്ട് മലയാളം ആക്കിയിട്ടിരുന്ന് വായിച്ചിട്ട് കാര്യമില്ല. ഖുർആനുള്ളത് ഹബീബായ നബിക്ക് ഇറക്കി കൊടുത്തൊരു സാധനമാണ്. നമ്മൾ അതിരുന്ന് വായിക്കണമെങ്കിൽ അത് കാലഘട്ടത്തിൻ്റെ ആളുകൾ അതിനുള്ള മീനിങ് കൊടുക്കണം, അല്ലെങ്കിൽ അതിരുന്ന് പാരായണം ചെയ്യലാണ് നല്ലത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ഖുർആനായത്തിൻ്റെ ആശയം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹബീബായ നബി ഇതാണ് ഖുർആൻ്റെ തഫ്സീർ എന്ന് പറഞ്ഞൊരു തഫ്സീർ പറഞ്ഞത് ഒരു ചരിത്ര രേഖയിലും അതില്ല. അപ്പോൾ ചില ആളുകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അവിശ്വാസമായിട്ട് തോന്നാം. പണ്ട് ഉമവി ഭരണകൂടം 90 വർഷം നാട് ഭരിച്ചു. ഇവർ നാട് ഭരിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ ഒരുപാട് തെമ്മാടിത്തരങ്ങളും ക്രൂരതകളും ഈ 90 വർഷങ്ങൾക്കിടയിലുണ്ടായിരുന്നു. ചുരുക്കം ചില ഭരണാധികാരികൾ മാത്രമാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വളരെ റയറായ ചില ആളുകൾ മാത്രമാണ് നീതിയോടുകൂടി ഭരിച്ചത്. എന്നിട്ട് ഈ 90 വർഷം ഉമവികൾ നാട് ഭരിച്ചിട്ട് ഇവരെ ആക്രമിച്ചുകൊണ്ട് മറ്റൊരു എന്താ പറയുക അധികാര ശ്രേണി വന്നു. അതാണ് അബ്ബാസികൾ. ഇവരൊക്കെ അറബികൾ തന്നെയാണ്. അങ്ങനെ ഉമവികളെന്ന് കരുതപ്പെടുന്ന മുഴുവൻ ആളുകളെയും കൊന്നു കൊഴിച്ചു മൂടിയിട്ട് അതിലത്തെ ഒരു ഭരണാധികാരിയുടെ മകൻ പിന്നീട് സ്പെയിനിലേക്ക് എങ്ങാനും നാട് വിട്ടു എന്നൊക്കെ കേൾക്കണേ. അങ്ങനെ മുഴുവൻ ആളുകളെ മരണപ്പെട്ടിട്ട് ഖബറിൽ വർഷങ്ങൾക്ക് മുമ്പ് ഖബറടക്കിയവരെ വരെ അവർ വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡെഡ് ബോഡിയുടെ അവശിഷ്ടങ്ങൾ വരെ പുറത്തെടുത്തിരുന്നു എന്നാണ്. അതിൽ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് പേരുള്ള വളരെ വലിയൊരു മഹാനുണ്ട്. മഹാനല്ല, നല്ലൊരു ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ ഖബറിടം വിളിച്ചപ്പോൾ ആ ഖബറിടത്തിൽ അദ്ദേഹത്തിൻ്റെ ഖബർ എന്താ പറയുക 10-60 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പൊക്കിയെടുക്കുന്നത്. ആ സമയത്ത് ആ മയ്യത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് അതവർ വെട്ടി കഷ്ണങ്ങളാക്കി എത്ര ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അബ്ബാസികൾ, ഇതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന മഹാന്റെ ഖബറിട് ഇവർ തുറന്നു നോക്കുമ്പോൾ അത്ഭുതം, ആ ഖബറിൽ നിന്ന് ആ മയ്യത്തെ അള്ളാഹു മാറ്റിക്കളഞ്ഞു. അവർക്ക് തൊടാൻ പോലും നശിപ്പിക്കാൻ പോലും അള്ളാഹു ആ മഹാനെ വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ റിയലി സംഭവിച്ചതാണ്. ഇപ്പം ഞാൻ പറയാനൊരു കാരണം ഇതൊന്നൊന്നല്ലോ നടന്നൊന്നല്ല, ഇതിൻ്റെ ഒരു റൈറ്റപ്പ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു ഇതൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കള്ളജാറും കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, ഇദ്ദേഹം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അറിയരുത്. നാട്ടുകാരെ അറിയിക്കാനല്ല. ഒരു മഹാൻ്റെ യോഗ്യത അയാളെ കറാമത്താണെന്ന് നിങ്ങൾ കരുതിയോ? ഒരു മഹാനാണ് അല്ലെങ്കിൽ വലിയാണ് സൂഫിയാണ് എന്ന് പറഞ്ഞാൽ പച്ച ഷാളൊക്കെ ഇട്ട് കുളിക്കാതെ തിരുമ്പാതെ താടി വെട്ടാതെ ഇങ്ങനെ വൃത്തിയാക്കാതെ നടക്കുന്ന ഒരാളല്ല. അവർ മറ്റൊരാളെ ദ്രോഹിക്കാത്ത, എല്ലാത്തിലും നന്മ കാണുന്ന ഹബീബായ റസൂലുള്ളാഹിന്റെ സ്വഭാവം റഹ്മത്ത് ഉണ്ടല്ലോ, ആ റഹ്മത്ത് ഉള്ളിലുള്ള ആളുകൾക്കാണ് യഥാർത്ഥ സൂഫികൾ. അവരെയാണ് ആ പദവിയിലേക്ക് എത്തുള്ളൂ. കാര്യം അറിവ് കുറേയുള്ള ആളുകൾ നന്നാവുന്നു. അറിവ് കുറേയുള്ള ആളുകൾ നന്നാവുകയാണെങ്കിൽ അത് ഇബിലീസ് നന്നാവണം. ഇബിലീസിനാണ് വലിയ അറിവുണ്ടായിരുന്നത്, എല്ലാത്തിലും അറിവുണ്ടായിരുന്നു. മലക്കുകളിൽ വരെ ഗുരുനാഥനാണ്. അപ്പോൾ അറിവല്ല ഒരിക്കലും മാനദണ്ഡം. അത് വലിയ അറിവുള്ള ആളല്ല. നിങ്ങളിപ്പോൾ അതിനെ പറയാൻ ആളാണ്. ആരെങ്ങളോട് പറഞ്ഞത് അറിവ് ഒരു മാനദണ്ഡമാണ് എന്നുള്ളത്? അറിവ് മൂസാ നബി അലൈഹിസ്സലാം എല്ലാം ഉണ്ടായിരുന്ന, പക്ഷെ അറിവിൻ്റെ മുൻപിൽ ഹിദർ എന്ന് പറഞ്ഞാൽ നബിയാണോ വലിയാണോ സംശയമുണ്ട്. ഹിദറിൻ്റെ മുൻപിൽ പിന്നിലായിരുന്നില്ലേ? ഹിദർ പറയുന്ന പൊരുളുകൾ മൂസാ നബിക്ക് മനസ്സിലാകുമായിരുന്നില്ല. ഇപ്പം ചില ആളുകൾ മൂസാ നബി ഉരുൽ അസ്മിൽപ്പെട്ട ആളാണ്, ഹിദർ എന്ന് പേരുള്ള ആ മഹാൻ നബി ആവട്ടെ വലിയാവട്ടെ ഉരുൽ അസ്മിൽപ്പെട്ട ആളാണോ? പക്ഷെ ചില ആളുകൾക്കല്ല കൊടുക്കുള്ളൂ. അറിവൊരു മാനദണ്ഡേ അല്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവിശ്വസിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് അതിന് തൗഫീക്കില്ല എന്ന് ഞാൻ പറയുള്ളൂ. എത്ര പേര് ഇതേ രീതിയിൽ ഹക്കായിട്ട് വിശ്വസിക്കാനുള്ള ഈമാനുള്ള ആളുകളുണ്ട്, വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. എനിക്ക് ഈ സംഭവം വിശ്വാസമാണ്, ഇത്തരത്തിൽ സംഭവിക്കലുണ്ട്. ഇനിയിപ്പോൾ അള്ളാഹു ഒരാളെ കബറിടത്തിൽ എല്ല് കഷ്ണങ്ങളാക്കിയാൽ അവർ മോശക്കാരാണെന്നില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ ചോദിച്ചിരുന്നു, ഇന്ത്യയിൽ ഏറ്റവും ആദ്യം സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്?
അരുണാചൽ പ്രദേശ് എന്നുള്ളതാണ് കറക്റ്റായ ആൻസർ. നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഞാനൊരു പാർട്ടിയുടെ ഒരു പേര് പറയാം, അതിൻ്റെ പാർട്ടിയുടെ നിങ്ങൾ ഫുൾ ഫോം പറയണം കേട്ടാ. CJP എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ വളരെ വലിയ സമരങ്ങൾ നടന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ വലിയ 2 മാസമായിട്ട് അവർ സമരത്തിലാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിന് പിന്തുണയുമായിട്ട് വന്നു. പോലീസ് അവരെ തല്ലി ഓടിച്ചു. അവർക്ക് ആവശ്യത്രയേ ഉള്ളൂ, നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് 10-20 പേര് ജീവനൊടുക്കി. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ ചുമതലയിലുണ്ടായിരുന്ന, അതായത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര രാജിവെക്കണം, ഈ വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടി വേണം, പിന്നെ മോദി മാപ്പ് പറയണം തുടങ്ങിയ കുറേ ആവശ്യങ്ങളാണ് ഈ സമരക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ CJP എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ ഫുൾ ഫോം എന്താണ്? CJP, അതാണ് ചോദ്യം. CJP എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ഫുൾ ഫോം എന്താണെന്നതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.